നാനാത്വത്തിൽ ഏകത്വം വിളിച്ചോതാൻ റിപ്പബ്ലിക് ദിനത്തിൽ വടകരയിൽ ദേശീയഗാനം ഒന്നിച്ച് ആലപിച്ചു. വടകര കോട്ടപ്പറമ്പിലാണ് ഈ അപൂർവ അനുഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഗേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. സകല ചരാചരങ്ങളെയും മനുഷ്യചേതനയെയും വൈവിധ്യപൂർണമായ നമ്മുടെ സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ടാഗോർ ജനഗണമന രചിച്ചത്. അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ നിരാകരിക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ജനഗണമന അഭിയാൻ വടകരയിൽ സംഘടിപ്പിച്ച ജനഗണമന ആലാപനം ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സജയ്. അവരുടെ ദേശീയത അല്ല എന്ന് വരുന്നിടത്താണ് അതിൻ്റെ അപകടം. ഇത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു വികാരം കൂടിയാണ്, ഒന്നിപ്പിക്കുന്ന വികാരം എന്നതുപോലെ. ഇന്ത്യയെ പോലെ വലിയ സാംസ്കാരിക, മതപരമായ, സാംസ്കാരികമായ, ഭൂപ്രകൃതിപരമായ വൈവിധ്യമുള്ള ഒരു ദേശത്തെ സംബന്ധിച്ച് ആരുടെ ദേശീയത എന്നൊരു ചോദ്യം കൂടിയുണ്ട്, അല്ലേ? അത് ക്രിസ്ത്യാനിയുടെ ദേശീയതയാണോ, അത് മുസ്ലിമിന്റെ ദേശീയതയാണോ, അത് സിഖുകാരന്റെ ദേശീയതയാണോ, അത് തമിഴന്റെയും മലയാളിയുടെയും ദേശീയതയാണോ, അതോ ഉത്തരേന്ത്യക്കാരന്റെ മാത്രം ദേശീയതയാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നല്ല, അത് പലതാണ്. അത് ഒന്നാണെന്ന് പറയുന്നതോടുകൂടി അപകടം ആരംഭിക്കുന്നു. കാരണം അത് ഒന്നാകുന്നതോടുകൂടി, ഒന്നാണ് എന്ന വാദം തന്നെ അതിൻ്റെ ഫലമേ നിഷേധിക്കുന്നു, അല്ലേ? നമ്മൾ ഗംഗാ നദിയെ ആരാധിക്കുന്നതോടുകൂടി പമ്പാ നദിക്ക് ആ പവിത്രത ഇല്ല എന്ന് വരുന്നു. ഒരു ഉത്തരേന്ത്യൻ നദിയെ ആരാധിക്കുന്നതോടുകൂടി ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അവഗണിക്കപ്പെടുന്നു. നമ്മൾ ഹിന്ദി എന്ന രാഷ്ട്രഭാഷയെ മാത്രം കൊണ്ടാടുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ അനവധിയായ പ്രാദേശിക ഭാഷകൾ അവഗണിക്കപ്പെടുന്നു. നമ്മൾ ഹിമാലയം മാത്രമേ പർവ്വതമായുള്ളൂ എന്ന് പറയുന്നതോടുകൂടി വിന്ധ്യപർവ്വതത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും പ്രാധാന്യം അസ്തമിക്കുന്നു. പി ബാലൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കെ കെ മുഹമ്മദ്, അഡ്വക്കേറ്റ് വിനോദ് പയ്യട, പുറന്തോടത്ത് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് കായക്ക രാജൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ശശികുമാർ പുറമേരി ജനഗണമന ആലാപനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിന് ഇടയത്ത് ശ്രീധരൻ സ്വാഗതവും പി രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ബ്യൂട്ടിഫുൾ ഡിസൈൻ, അതല്ലേ നിങ്ങളിപ്പോ ചിന്തിച്ചത്? ഇതേ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ കളക്ഷനാ. വിലയെ കുറിച്ചല്ലേ ചിന്തിച്ചത്? എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെംസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഒരു ജ്വല്ലറി കൂടെ വാങ്ങി തരട്ടെ എന്നല്ലേ? Malabar Gemstone Jewelry Festival, a celebration of precious and uncut jewelry. Malabar Gold and Diamonds.